എനിക്ക് മകൾ ജനിച്ചപ്പോൾ അവളുടെ ചെവിയിൽ ബാങ്ക് കൊടുത്തിരുന്നില്ല. അവൾക്കിപ്പോൾ 4 വയസ്സായി. വല്ലാത്ത വാശിയാണ്. ഇപ്പോൾ ആ കാരണം പറഞ്ഞ് വീട്ടിലെന്നും പരാതിയാണ്. ബാങ്ക് കൊടുക്കാത്തത് കൊണ്ടാണ് അവളിങ്ങനെ വാശിയൊക്കെ കാണിക്കുന്നത് എന്നാണ് ഒരു ആൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദിച്ചിട്ടുള്ളത്. അവർക്കൊരു മറുപടി അവർ പ്രതീക്ഷിക്കുകയാണ്. ഈ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ 3-ാം വയസ്സും 4-ാം വയസ്സും 10ഉം 15ഉം ഒക്കെ കഴിഞ്ഞ് വന്ന ആളുകളാണല്ലോ. 3-ാം വയസ്സിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയാം 3-ാം വയസ്സിലെ മൂച്ചിപ്പിരാന്ത് എന്ന് പറയാം, 4-ാം വയസ്സിലെ നട്ടപ്പിരാന്ത് എന്നൊക്കെ പറയും നമ്മളെ മലപ്പുറം ഭാഷയിൽ. അപ്പോൾ അങ്ങനെ ഒരു പിരാന്തിൻ്റെ ഒരു കുസൃതിയുടെ, ചില കുട്ടികൾ ശാന്തന്മാരായിരിക്കും, ചില കുട്ടികൾ കുസൃതികളായിരിക്കും. അതൊന്നും ഇപ്പോൾ ഒരു അക്കീക്ക അറുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. മാത്രമല്ല, ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ചെവിയിൽ ബാങ്കും ഒരു ചെവിയിൽ ഇഖാമത്തും വിളിക്കുക എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ആധുനികരായ പണ്ഡിതന്മാരൊക്കെ അത് ദുർബലമായ ഹദീസാണ് എന്ന് ആണ് ഷെയ്ഖ് അൽബാനിയെപ്പോലുള്ള ആളുകൾ അവരുടെ അവസാന അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ബാങ്ക് വിളിക്കൽ അങ്ങനെ ഒരു സുന്നത്തായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മാതാവ് ഫാത്തിമ പ്രസവിച്ചപ്പോൾ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്ന് പറയുന്ന ആ ഹദീസ് അത് ദുർബലമാണ്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് വിളിക്കാം എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിരിക്കുന്ന ആ ഹദീസ് എന്താണ്, ദുർബലമാകുന്നു എന്നാണ്. ഇഖാമത്ത് വിളിക്കുന്നത് ഏതായിരുന്നാലും ദുർബലമാണ്. അതിനേക്കാൾ അല്പം മെച്ചപ്പെട്ടതാണ് ബാങ്ക് വിളിക്കാം എന്നുള്ളത്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ ബാങ്ക് വിളിക്കാത്തത് കൊണ്ടല്ല കുട്ടിയുടെ കുസൃതി, അത് ആ കുട്ടിയുടെ മനസ്സിലാക്കി, പ്രായം മനസ്സിലാക്കി രക്ഷിതാക്കൾ നിൽക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ കുട്ടികൾ കുസൃതിയും മറ്റും ചെയ്യുമ്പോൾ അവർക്കെതിരെ പ്രാർത്ഥിക്കാതെ അല്ലാഹ് ഹിദായത്ത് നൽകട്ടെ, മാർഗദർശനം നൽകട്ടെ എന്നിത്യാദി മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയാണ് ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ്.